ഈ മൈസൂർ പാക്കില്ലേ, ഇത് കടയിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിലും വീട്ടിലുണ്ടാക്കുന്നത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു കേട്ടോ. പക്ഷേ ഇത് അങ്ങനൊന്നും അല്ലെന്നേ. അധികം മെനക്കേടൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു കപ്പ് കടലമാവും ഒരു കപ്പ് നെയ്യും ഒരു കപ്പ് പഞ്ചസാരയൊക്കെയാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഒരു കപ്പ് കടലമാവ് ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ചൂടാക്കി വെച്ച നെയ്യ് ഒരു അര കപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു പരുവത്തിൽ. എന്നിട്ട് ഒരു കപ്പ് പഞ്ചസാര അര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചിട്ട് ഇതിങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ ഒട്ടുന്ന ഒരു പരുവം വേണം വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം ആയി കഴിയുമ്പോഴത്തേന് ആ ഒരു പരുവം വരും. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ആ ഒരു ബാറ്ററി ഇതിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്കൊരു അരക്കപ്പ് നെയ്യ് ചൂടാക്കിയത് ബാക്കി ഇരിപ്പില്ലേ, അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വീണ്ടും ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. 2 ട്രിപ്പായിട്ട് ഞാൻ ആ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരുന്നു. എന്നിട്ട് ഇതിനാണെങ്കിൽ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ഒരു വിട്ട് വരുന്ന ഭാഗം എത്തുമ്പോഴാണ് നമ്മൾ ഇതെടുത്ത് മാറ്റേണ്ടത്. എന്നിട്ട് നമ്മളൊരു പാത്രത്തിനകത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രേക്കകത്തിലോട്ട് നെയ്യൊക്കെ തടകിയതിനകത്തോട്ട് വേണം ഇതിങ്ങനെ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ആ പരുവം കിട്ടിയില്ല. എനിക്ക് കുറച്ചും കൂടി ഡ്രൈ ആയിട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് സ്പൂൺ കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സെറ്റാക്കി എടുത്തത്. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണ് ഒന്ന് തണുപ്പിച്ചെടുത്തത്. ഇല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു 3 മണിക്കൂർ കൊണ്ട് റെഡിയാവുമേ. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയായിരുന്നു ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടാമത് ഉണ്ടാക്കിയതാണ് ഇത്. പറഞ്ഞ പോലെ ഇതിപ്പം മൈസൂർ പാക്കല്ലല്ലോ, മൈസൂർ ശ്രീ അല്ലേ. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ടായേ.